ഇറാനിലേക്ക് വൻതോതിൽ പണമൊഴുകുന്നതായി അമേരിക്കയുടെ നിരീക്ഷണം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ സാമ്പത്തിക പ്രശ്നവും ഇല്ലാത്ത ഒരു സാഹചര്യം ഇറാനിൽ എങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക. ഏതെങ്കിലും ഒരു തരത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിരിക്കുന്ന ഒരു വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ പലതരത്തിലും ട്രംപ് ആലോചിക്കുന്നു. പക്ഷേ എവിടെയോ എത്തുന്നില്ല. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വൻതോതിൽ ഇറാനിലേക്ക് പണം ഒഴുകുന്നു. ആയുധങ്ങളുടെ കുറവോ സൈനികരുടെ കുറവോ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടോ അവരനുഭവിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സൈനികരെ വേണം, ആയുധം വേണം, പണം വേണം. അതിന് പുറമെ ആയിട്ട് ജനങ്ങളുടെ സഹകരണം നിർബന്ധമാണ്. അത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുക, ജനങ്ങളും സർക്കാരും സൈനികരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് ഒരു യുദ്ധത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘർഷ ഭരിതമായിരിക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറഞ്ഞാൽ. ഈ അമേരിക്ക കണക്കൂട്ടുന്നത് അങ്ങനെയാണ്. പല ഘട്ടങ്ങളിലായി അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ജനാധിപത്യപരമായ രീതിയിലും മതസംബന്ധമായ രീതിയിലും പിന്നെ സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, കറൻസിയുടെ മൂല്യം ഇടിഞ്ഞത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാലത്തും പല തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിലെ 31 പ്രവിശ്യകളെയും പിടിച്ചുലക്കുന്ന തരത്തിൽ നടന്നിട്ടുണ്ട്. ഏറെക്കുറെ 12-ലധികം തവണ എന്നുള്ളതാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഈ 12 തവണ. അതല്ലാത്തത് ഏകദേശം 40-50 തവണ ഉണ്ട് എന്നും പരാമർശിക്കപ്പെടുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചിലതെല്ലാം ഒരു വർഷം പോലും നീണ്ടു നിന്നതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ പ്രക്ഷോഭമായിരുന്നു അത് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് തൊഴിലില്ലായ്മയും രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രാദേശികപരമായിരിക്കുന്ന ഒരു പ്രതിഷേധം തുടങ്ങി. അത് പിന്നെ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വ്യാപിച്ച പ്രക്ഷോഭമായി. ആ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട 500-ലധികം ഇറാൻ സൈനികർ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രക്ഷോഭം അതികഠിനമായിരുന്നു. ഇസ്രായേലും അമേരിക്ക അടക്കം വലിയ രീതിയിലുള്ള ജനപക്ഷം ഇവർക്ക് വേണ്ടിയിട്ട് പിന്തുണ നൽകി. അപ്പോൾ അവർ ഏത് തരത്തിലാണ് പിന്തുണ എന്ന് വെച്ചാൽ ആയുധപരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ, സാമ്പത്തികപരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ കൈയടക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യുക, തൊട്ട് പിറകെ ഞങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു പ്രസ്താവന ഉണ്ടായിരുന്നത്. അത് വിശ്വസിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പുറത്തുള്ള പല രാജ്യങ്ങളിലെ ഈ പല പൗരന്മാരും പ്രക്ഷോഭത്തിൽ അണിനിരന്നുകൊണ്ട് വലിയ രീതിയിൽ സമരം നടത്തി. അത് പിന്നെ ഏറ്റുമുട്ടലിൽ കലാശിച്ചു, വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴത്തെ അങ്ങനെ ആ സാഹചര്യങ്ങൾ പിന്നീട് അത് ഒതുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഒതുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് 2025 ഇസ്രായേൽ ആക്രമണത്തോടു കൂടി അത് വീണ്ടും പുനരിൽ വരും എന്ന് കണക്ക് കൂട്ടി. അങ്ങനെ അവിടെ ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ നയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാവും എന്ന് അവർ വിശ്വസിച്ചു. 2025 നടന്നില്ല. 2026 വീണ്ടും ഈ വിഷയകാര്യങ്ങൾ ഉണ്ടാകുന്നു. ആ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയതടക്കമുള്ള കഠിനമായിരിക്കുന്ന ശിക്ഷ ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയതോടുകൂടി അവിടെ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ മാത്രം ശക്തി സംഭരിക്കുകയും ചെയ്യുമെന്ന് അമേരിക്ക കണക്കൂട്ടി. പക്ഷെ നേരെ തിരിച്ചടിയാണ് ഉണ്ടായത്. ജനങ്ങൾ മുഴുവനും രാജ്യത്തിൻ്റെ അകത്തേക്ക് വിദേശ ശക്തികൾ ആക്രമിച്ചത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ എല്ലാ തരത്തിലും പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ അത് വലിയൊരു ശക്തിയായി. അതോടുകൂടി അമേരിക്കയുടെ നിലപാടുകളൊക്കെ തോൽക്കുകയും ചെയ്തു. നിലവിൽ 6 ലക്ഷത്തോളം സൈനികരാണ് ഇറാനിലുള്ളത്. 2 തരത്തിലാണത് പറയുന്നത്. 3 ലക്ഷത്തോളം ഈ ഗവൺമെൻറ് ഡയറക്റ്റ് ത്രൂ സൈനികരും ബാക്കി 3 ലക്ഷത്തോളം റിസർവ് സൈനികരുമാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യ ഘട്ടത്തിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ. അതിന് പുറമെ ഈ 2026 തുടക്കകാലത്ത്, അതായത് ഫെബ്രുവരി മാർച്ച് ആ കാലഘട്ടത്തിൽ 1.5 ലക്ഷത്തോളം ഇറാനി പൗരന്മാർ
ഗവൺമെൻറ്റിനോട് നേരിട്ട് കൊണ്ട് തങ്ങൾക്ക് സൈനിക പ്രവേശനം നൽകണമെന്നും ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും അതിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 1,00,000-ഓളം ആളുകൾ അധികമായിട്ട് വരികയും ചെയ്തു. അവരെ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആരെ കുറവില്ല? സൈന്യത്തിൻ്റെ കുറവില്ല. പകരം അമേരിക്കയുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ. തങ്ങളുടെ ഈ മക്കളെ തങ്ങൾക്ക് വിട്ടുതരണമെന്നും ഇത് ജയിക്കാത്തൊരു യുദ്ധത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഇറാൻ ആക്രമിക്കേണ്ട ഒരു കാര്യവുമില്ല, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ്, അത് അമേരിക്കയാണ് ഉത്തരവാദി, തങ്ങളുടെ മക്കളെ ബലി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇപ്പോൾ അമേരിക്കക്കുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ആദ്യം ഇറാനെ പറ്റിയായിരുന്നു പറഞ്ഞത്, ഇപ്പോൾ അമേരിക്കയെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചു കൂടാതെ മിഡിൽ ഈസ്റ്റിലുള്ള സ്വാധീനം അപ്പാടെ നശിച്ചു പോകുന്ന തരത്തിലും മിഡിൽ ഈസ്റ്റിൻ്റെ പുറത്തേക്കും അമേരിക്കയുടെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ഇറാൻ ആക്രമിക്കും. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മാനസിക പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയിലാണ് എത്തിയിരിക്കുന്നതെന്ന്. അതിന് പുറമെ ആയിട്ട് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ പറയുന്നത്, അറേബ്യൻ രാജ്യങ്ങളിലുള്ള, അത് UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും സൗദി ആണെങ്കിലും എല്ലാവർക്കും ഒരേ നിലപാടല്ല, വ്യത്യസ്ത നിലപാടാണ്. ആ നിലപാട് സാമ്പത്തികവുമായ രീതിയിൽ ഇറാനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയങ്ങൾ ജനിപ്പിക്കുന്നു. അതായത് UAEക്കും ഖത്തറിനും നേരെ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നില്ല. 10-15 ദിവസം അങ്ങനത്തെ യാതൊരു ആക്രമണം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ, ഈ യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന രാജ്യങ്ങളൊന്ന് UAE ആണ്. ഗത്യന്തരമില്ലാതെയാണ് ഇസ്രായേൽ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഇസ്രായേലിൻ്റെ സൈനികർ UAEയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പൊടുന്നനെ അവിടെ ആ സമയത്തും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ പറയപ്പെട്ട പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ തകർത്തുകൊണ്ട് അമേരിക്കയുടെ സൈനിക മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ വീഴുകയും പൊട്ടിത്തെറിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊടുന്നനെ UAEയിലേക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ അവസാനിപ്പിച്ച രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. ഖത്തറിലേക്കും അവർ വൻതോതിൽ സാമ്പത്തികം ഇറാന് നൽകിയിട്ടുണ്ട് എന്ന് പ്രാദേശിക ചാനലൊക്കെ റിപ്പോർട്ടായിട്ട് പറയുന്നുണ്ട്. ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാൻ ഒരു ഈ പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട മധ്യസ്ഥരുടെ റോളിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനെ കുറ്റപ്പെടുത്താറില്ല, അമേരിക്കയെ കുറ്റപ്പെടുത്താറില്ല. അങ്ങനെ മധ്യയിലൂടെ നടന്നു നീങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ നിലപാടുകൾ. ഈ ബഹ്റൈനും കുവൈത്തും ഇപ്പോൾ യുദ്ധത്തിലാണ്. ഇറാനുമായിട്ട് ഇറാൻ നേരിട്ട് കൊണ്ട് ആക്രമിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ച് കൊണ്ട് എന്നുള്ളതാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടിനും ഇടയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു മിണ്ടാട്ടമില്ലാത്ത രീതിയിലാണ്. എന്താണ് അവരുടെ നിലപാടെന്നറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെയുള്ള അമേരിക്ക സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മിസൈൽ ആക്രമണം നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. 4 മിസൈൽ വിട്ടു എന്ന് പറയുന്നു, 3 എണ്ണം പ്രതിരോധിച്ചു എന്ന് പറയുന്നു, 1 വീണ് പൊട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനിസുലയുടെ അവസ്ഥയിലല്ല ഇറാൻ പോകുന്നത്. ഇറാഖിലും ലിബിയയിലും സിറിയയിലും ഈജിപ്തിലും അതിജീവിച്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ തോറ്റുകൊണ്ട് തോറ്റമ്പിക്കൊണ്ടിരിക്കുന്നത് വളരെ നാണക്കേടുള്ള വിഷയമായിട്ട് തന്നെയാണ് അമേരിക്ക കാണുന്നത്. അതിജീവിക്കാൻ വേണ്ടി സാധിക്കുക. അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത്. വൻതോതിൽ പണം ഒഴുകുന്നുണ്ട് ഇറാനിലേക്ക്. അങ്ങനെ സമ്പാദ്യം സ്വരൂപിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഈ മേഖലയിലേക്ക്, അതായത് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ നടത്തുന്നത് ഇത്രയും വലിയ രീതിയിലുള്ള ശക്തി സമ്പത്ത് അവരുടെ കൈവശത്തിലേക്ക് വന്നത് കൊണ്ടാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് എത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലും ഇവർ പഠനം നടത്തിയിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പരാജയം വ്യക്തമാകുന്നതിൻ്റെ തെളിവായിട്ട് തന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.